നല്ല ചീനിയാന്ന് തോന്നുന്നു അല്ലേ? നല്ല പുതിയ ചീനിയാണ്. അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടാലറിയാം. കാരണം അമ്മ വെളിയത്തെ വലിയൊരു കർഷക കുടുംബത്തിലുള്ളതാണ്. അമ്മയുടെ വീട്ടിൽ നെല്ല്, വാഴ, ചീനി, ചേന, ചേമ്പ്, തേങ്ങ, അടയ്ക്ക, കുരുവ്, പടവലം, പാവല്, വെള്ളരി അങ്ങനെ എല്ലാ പച്ചക്കറികളും, വെറ്റില അങ്ങനെ എല്ലാ കൃഷിയും ഉണ്ടായിരുന്നു. അമ്മ ചീനി പൊളിച്ചരിഞ്ഞു വെച്ചു. നാത്തൂൻ അതെടുത്ത് കഴുകി വെച്ചു. കലം വെച്ചു, വെള്ളം തിളച്ചു, ചീനി ഇട്ടു, ചീനി തിളച്ചു. ചീനിയിലെ വെള്ളം ഊറ്റി കളഞ്ഞു. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി അരച്ച് ചീനിയിലോട്ടിട്ടു. പിന്നെ നമ്മുടെ പണിയായതെടുത്ത് ചീനി എല്ലാം ഒന്ന് കുത്തി ഉടച്ചു. ഞാൻ ചീനിപ്പണിയിൽ ഏർപ്പെട്ടപ്പോൾ നാത്തൂൻ ഓടിപ്പോയി ചാള വൃത്തിയാക്കി. മുളക്, മല്ലി, മഞ്ഞൾ, ഉലുവ, കുരുമുളക് എല്ലാം കൂടി എടുത്തൊന്ന് ചൂടാക്കി അതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു, ഉപ്പിട്ടു. കുറച്ച് വെള്ളത്തിൽ അരപ്പ് നന്നായിട്ട് കലക്കി എടുത്തിട്ട് നമ്മൾ ചാളയെല്ലാം വാരി അതിനകത്ത് നിരത്തി വെച്ചു. ചാള ചെറിയ തീയിൽ വേഗം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കിക്കാൻ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ചീനിയിൽ കുറച്ച് കടുകും കൂടി വറുത്തൊഴിച്ചു. അപ്പോൾ ചീനി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് ഈ ചീനിയും ചാളയും എന്ന് പറയുന്നത്. ചക്കയ്ക്കത്ത് ചങ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പൊരുത്തമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, നമ്മുടെ ചീനിയും ചാളയും നല്ല പൊളിയായിട്ടുണ്ട്. പറ്റുന്ന പണികളെ നമ്മൾ ഏറ്റെടുക്കാറുള്ളന്നേ. അപ്പോൾ ഓക്കെ, ബൈ.